നാളെ തന്നെ രണ്ടുപേരും ടി സി വാങ്ങണം. ഈ സ്കൂളും എന്തായാലും ഇനി വേണ്ട. അവർ പറയാൻ പോകുന്നത് നമ്മൾ ആവശ്യത്തിന് കെയർ ചെയ്യാത്തതുകൊണ്ട് അവനത് ചെയ്തതെന്നായിരിക്കും. അതാവുമ്പോൾ ഈസിയായിട്ട് കൈ കഴുകാമല്ലോ. അതല്ല കാരണമെന്ന് ഉറപ്പുണ്ടോ ജോയ്ക്ക്? തെറ്റ് കാണുമ്പോൾ വഴക്ക് പറയും. അതവന് വേണ്ടിയാ. നിന്റെ മോഡേൺ പാരന്റിങ്ങിന്റെ നിയമം വേറെയാണെന്ന് എനിക്കറിയില്ല. ജോ, നമുക്ക് വഴക്ക് കൂടണ്ട ജോ, പ്ലീസ്. ചെയ്യാതിരുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഹൈലൈറ്റ്. ലാളിച്ചിട്ടില്ല, സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാറില്ല, കൂടെ കളിക്കാറില്ല, ഓൾവേസ് സ്ട്രിക്റ്റ്. അക്കമിട്ട് നിർത്തിക്കോളും. അവനൊരു സങ്കടമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ആര് കൂടെ നിന്നില്ലെങ്കിലും ഞാൻ നിൽക്കുമായിരുന്നു എന്ന് കുട്ടിക്ക് ഉഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷെ അവൻ വന്നില്ലല്ലോ ജോ, നമ്മൾ രണ്ടാളുടെ അടുത്തും വന്നില്ലല്ലോ. അങ്ങനെ വന്നാൽ സാരമില്ലെന്ന് നമ്മൾ പറയുമെന്ന് അവൻ ഉറപ്പില്ലായിരുന്നു. എന്ത് കണക്കെടുപ്പ് നടത്തിയാലും വേറെ എന്ത് നമ്മൾ അവന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഉറപ്പ് അവന് തോന്നാത്തടത്തോളം I'm a failed mother. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ പ്രായത്തിൽ ചെന്ന് നിന്ന് അവനോട് സംസാരിക്കാൻ, അവൻ്റെ പേടികളെ കാണാൻ, അവൻ്റെ ഫാൻറ്റസിയിൽ വിശ്വസിക്കാൻ. അവൻ്റെ മുമ്പിലെങ്കിലും ഒരു 34-കാരിയാകാതിരിക്കാനുള്ള സെക്കൻഡ് ചാൻസ്. ഇടയ്ക്ക് എവിടെയോ വെച്ച് നമുക്ക് കൈവിട്ടു പോയ നമ്മുടെ ബാല്യവും അതിൻ്റെ ഇന്നസെൻസും അവനോടൊപ്പം നിന്ന് തിരിച്ചു പിടിക്കാനുള്ള സെക്കൻഡ് ചാൻസ്. വേറൊന്നുമില്ല, ഒരു നിയമവും ഇല്ല പേരന്റിങ്ങിന് അതല്ലാതെ. പക്ഷെ അവനെ ഇനി ഒരിക്കലും കാണാതിരിക്കാനുള്ള സാധ്യത വേണ്ടി വന്നു. അതെനിക്ക് മനസ്സിലാകാൻ, ആഗ്രഹിക്കാൻ.